ഭഗവത്ഗീത 2-ാം അധ്യായം 18-19 ശ്ലോകങ്ങളിൽ ആത്മാവിന്റെ സ്ഥിരതയെ അഥവാ നശിക്കാത്ത ആത്മാവിനെ കുറിച്ചും നശിക്കുന്ന ശരീരത്തെക്കുറിച്ചും ഭഗവാൻ പറയുകയാണ്. അപ്പൊ അർജുനനോട് ഭഗവാൻ യുദ്ധം ചെയ്യണം എന്ന് പറയുന്നത് അത് അർജുനന്റെ തൊഴിൽ അതായതുകൊണ്ടാണ്. ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ജോലി ചെയ്യുക അല്ലെങ്കിൽ ഡ്യൂട്ടി ചെയ്യുക എന്നേ ഇതുകൊണ്ട് അർത്ഥമാക്കേണ്ടതുള്ളൂ. അർജുനൻ ഒരു ക്ഷത്രിയനായതുകൊണ്ട് യുദ്ധം ചെയ്യുന്നതാണ് ഒരു ക്ഷത്രിയന്റെ ധർമ്മം. യുദ്ധത്തെ ഭഗവാൻ പ്രോത്സാഹിപ്പിക്കുകയോ അല്ലെങ്കിൽ മരണത്തെ അല്ലെങ്കിൽ ഒരാളെ കൊല്ലുന്നത് പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യുന്നില്ല ഇവിടെ. ശ്ലോകം 2-ാം അധ്യായം 18-ാം ശ്ലോകം. അന്തവന്ത ഇമേ ദേഹ നിത്യസോക്തോ ശരീരിണ അനാശിനോ അപ്രമേയസ്യ തസ്മാ ദ്യുദ്ധ്വസ്യ ഭാരത. ഈ ഭൗതിക ദേഹത്തിനെ നാശമുള്ളൂ, അതിൽ വാഴുന്ന ആത്മാവ് ശാശ്വതനാണ്, അപരിമേയനും നാശമില്ലാത്തവനുമാണ്. അതുകൊണ്ട് അർജുന, നീ യുദ്ധം ചെയ്യുക. ഈ നമ്മുടെ ഈ ശരീരത്തിനെ നാശമുള്ളൂ എന്ന് ഭഗവാൻ പറയുന്നു. അതിൽ വാഴുന്ന ആത്മാവ് നശിക്കാത്തതാണ്, മരണമില്ലാത്തതാണെന്ന് പറയുന്നു. ഭാവാർത്ഥം: ഭൗതിക ദേഹത്തിന് നാശം സ്വാഭാവികമത്രേ. അത് പെട്ടെന്ന് സംഭവിച്ചേക്കാം, 100 കൊല്ലങ്ങൾക്ക് ശേഷവുമാകാം. സമയത്തിന്റെ പ്രശ്നമേ ഉള്ളൂ. എന്നത്തേക്കും അതിനെ നിലനിർത്തുക എന്നത് സാധ്യമല്ല തന്നെ. പക്ഷെ ആത്മാവിനെ ശത്രുക്കൾക്ക് കൊല്ലാനാവില്ലെന്ന് മാത്രമല്ല, അണുത്വം കൊണ്ട് കാണാൻ തന്നെ കഴിയുകയുമില്ല. കഴിഞ്ഞ ശ്ലോകത്തിൽ പ്രതിപാദിച്ചതുപോലെ ആർക്കും അളക്കുവാൻ സാധ്യമല്ലാത്ത വിധത്തിൽ അത് അത്രയും ചെറുതാണ്. അപ്പോൾ ജീവാത്മാവിനെ ഹിംസിക്കാനോ ദേഹത്തെ എത്ര കാലം വേണമെങ്കിലും നിലനിർത്തിപ്പോരാനോ സാധ്യമല്ലാത്ത സ്ഥിതിക്ക് വിലാപം കൊണ്ട് ഫലമില്ല. സൂര്യപ്രകാശം പ്രപഞ്ചത്തെ നിലനിർത്തുന്നത് പോലെ ആത്മാവിന്റെ തേജസ് ശരീരത്തെയും പുലർത്തിപ്പോരുന്നു. ജീവാത്മാവ് വിട്ടുപോയാലുടനെ ശരീരം ജീർണിക്കുകയായി. അതുകൊണ്ട് അതിനെ നിലനിർത്തിപ്പോരുന്നത് ജീവാത്മാവാണ്. നമ്മുടെ ശരീരത്തെ നിലനിർത്തിപ്പോരുന്നത് ആത്മാവാണ്. ആ ആത്മാവ് മരണമില്ലാത്തതാണെന്ന് പറയുന്നു. ആ ആത്മാവ് വസിക്കുന്ന ഈ ശരീരം നശിക്കുന്നതാണെന്നും ഭഗവാൻ പറയുന്നു. അടുത്ത ശ്ലോകം 19-ാം ശ്ലോകം, 2-ാം അധ്യായം 19-ാം ശ്ലോകം. യ ഏനം വേത്തി ഹന്താരം യചൈനം മന്യതേ ഹതം ഉഭൗ തൗ ന വിജാനീതോ നായം ഹന്തിന ഹന്യതേ. ജീവാത്മാവ് കൊല്ലപ്പെട്ടുവെന്നോ ആരെങ്കിലും കൊല്ലുന്നുവെന്നോ കരുതുന്നവൻ ജ്ഞാനിയല്ല. ആത്മാവ് കൊല്ലുകയോ മരിക്കുകയോ ഇല്ല. ആത്മാവിനെ ആർക്കും കൊല്ലാനും സാധിക്കില്ലെന്ന് ഭഗവാൻ പറയുന്നു. അതിന്റെ ഭാവാർത്ഥം: ജീവനുള്ള ശരീരത്തിൽ മാരകായുധങ്ങൾ ഏറ്റാലും അതിൽ കുടികൊള്ളുന്ന ആത്മാവ് മരിക്കുന്നില്ല. ഭൗതികമായ ആയുധങ്ങൾ കൊണ്ട് ഹിംസിക്കാൻ കഴിയാത്ത വിധം അതിസൂക്ഷ്മമാണ് ആത്മാവ്. കൊന്നതായി കരുതുന്നതോ ശരീരം മാത്രമാണ്. ശാരീരിക ഹിംസയെ പ്രോത്സാഹിപ്പിക്കുകയല്ല ഇതുകൊണ്ട് ചെയ്യുന്നത്. മാ ഹിംസ്യാത് സർവഭൂതാനി, ഒന്നിനെയും ഹിംസിക്കരുത് എന്നത്രേ വേദോക്തി. എന്നാൽ അർജുനനാകട്ടെ മതാനുശാസനം അനുസരിച്ചാണ് ഹിംസയിൽ വ്യാപിച്ചിരിക്കുന്നത്, തന്നിഷ്ടപ്രകാരമല്ല. ഇപ്പോൾ യുദ്ധമാവട്ടെ, ഇപ്പോൾ നമ്മുടെ ഡ്യൂട്ടി ആണെങ്കിൽ യുദ്ധം ചെയ്യുന്നതിലും ഹിംസിക്കുന്നതിലും തെറ്റില്ല. എന്നാൽ അനാവശ്യമായിട്ട് ഇത് ചെയ്യുമ്പോൾ അനാവശ്യമായിട്ടുള്ള യുദ്ധങ്ങൾ ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള പാപകർമ്മ ഫലങ്ങൾ നമുക്ക് കിട്ടുന്നു. ഈ ശ്ലോകങ്ങൾ യുദ്ധത്തെയോ അല്ലെങ്കിൽ ഹിംസയെയോ പ്രോത്സാഹിപ്പിക്കുന്നതല്ല. ആത്മാവ് നശിക്കാത്തതാണെന്ന് നമ്മെ മനസ്സിലാക്കുവാൻ വേണ്ടി ഭഗവാൻ പറയുന്നതാണ്. ആത്മാവിനെയും പരമാത്മാവിനെയും കുറിച്ചുള്ള ശാസ്ത്രമാണ് ഭഗവത്ഗീത.
ആത്മാവിനെ കുറിച്ച് അറിഞ്ഞാലേ പരമാത്മാവായ ഭഗവാനെ കുറിച്ച് അറിയാനുള്ള ആഗ്രഹവും നമ്മളിൽ ഉണ്ടാകൂ. അതുകൊണ്ട് തന്നെ ഭഗവത്ഗീതയിൽ ഏറ്റവും കൂടുതൽ ഭഗവാൻ പറയുന്നതും ആത്മാവിന്റെ ശാസ്ത്രത്തെ കുറിച്ചാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ.